ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള കണവ ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ കണവ ഫ്രൈ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി ഞാനിവിടെ കണവ എടുത്ത് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ്. ഇതിൽ ഗ്യാസ് കയറാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം. പിന്നെ ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ തന്നെ നമ്മുടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ സ്ഥലത്തും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് കുറച്ച് പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ നാരങ്ങ നീര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കണവ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 മണിക്കൂറത്തേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തു. അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുന്നേ മസാലയൊക്കെ പെരട്ടി വെച്ച് നമ്മുടെ കണവ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാ കണവയും ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ജസ്റ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഒരു അല്പം നേരം കഴിഞ്ഞപ്പോൾ ഞാനത് തുറന്ന് നോക്കി. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഇങ്ങനെ അടിയിലൊക്കെ ഇതായിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. എന്നാൽ മാത്രമേ അടുത്ത സൈഡും കൂടെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടത്തുള്ളൂ. എന്നിട്ട് പിന്നെയും നമ്മൾ അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഒരു 5 കൊച്ചുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ഇതോടൊപ്പം ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കൊച്ചുള്ളി ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കണവ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മുകളിലുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്